ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് എൻ്റെ ദീഷുവിന് ഞാനൊരു ടാസ്ക് കൊടുത്തേക്കുവാണ്. അവർ രണ്ടുപേരും കൂടെ മുറ്റത്ത് തല്ലിപ്പൊടിച്ചിടുന്ന പ്ലാസ്റ്റിക്കുകളും കുപ്പികളും അവരോട് നമ്മൾ എത്ര ഇടല്ലെന്ന് പറഞ്ഞാലും അവർ ഇടയ്ക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ മുറിച്ചും തല്ലി പൊട്ടിച്ചും ഒക്കെ ചില സമയങ്ങളിൽ മാത്രം അവർ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യും. അത് ഞാൻ ഇന്ന് അവനൊരു ടാസ്ക് കൊടുത്തേക്കുവാണ്. ഈ പ്ലാസ്റ്റിക് അവൻ വലിച്ച് കളയുന്നതും തല്ലിപ്പൊട്ടിക്കുന്നതും പ്ലാസ്റ്റിക്കൊക്കെ പിറക്കി ഒരു ചാക്കിലാക്കി വെക്കുകയാണെങ്കിൽ അത് അഗ്രഗാർ വരുമ്പോൾ അത് വിറ്റ് കിട്ടുന്ന പൈസ എത്ര ഉണ്ടെങ്കിലും അത് അവന് സേവിങ്സിലോട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ ആൾക്കത് ഭയങ്കര സന്തോഷത്തോടു കൂടി അത് ചെയ്യുകയാണ്. അതുകൊണ്ട് എവിടെ എന്ത് കിടന്നാലും അത് മണ്ണിൻ്റെ അടിയിലാണെങ്കിൽ പോലും അത് മണ്ണിന് കാണുന്നതൊക്കെ ചുരണ്ടിയെടുത്ത് തപ്പി പിടിച്ചെടുക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ അത് എത്ര കൂടുന്നോ അപ്പോൾ അവർക്ക് പൈസ ഇച്ചിരി കൂടുതൽ കിട്ടുമല്ലോ, അപ്പോൾ അവർക്കത് സേവിങ്സ് ആവുമല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അതുകൊണ്ട് അരിച്ചാണ് പിറക്കുന്നത്. അല്ലെ ചില സമയം നമ്മൾ ഇടാൻ പറഞ്ഞാൽ തല്ലി പൊട്ടിക്കല്ലെന്നൊക്കെ പറഞ്ഞാലും ഒന്നും അവർ ചെയ്യത്തില്ല. പക്ഷേ ഇതൊരുക്കൊരു രസമായതുകൊണ്ട് രണ്ടുപേരും കൂടെ ആരാണ് ഏറ്റവും കൂടുതൽ പെറുക്കി വെക്കുന്നത് അവർക്കപ്പം കൂടുതൽ പൈസ കിട്ടുമെന്നുള്ള വാശിക്കാണ് രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. കുഞ്ഞൂസ് അതിൻ്റെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ ചെയ്യുന്ന കണ്ടപ്പം കുഞ്ഞൂസിനും ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റിൽ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള അടിപിടിയാണ്. ഈ പ്ലാസ്റ്റിക് എനിക്ക് വേണം, ആ പ്ലാസ്റ്റിക് എനിക്ക് വേണം, ഈ ചാക്ക് എൻ്റെയാണ്, ആ ചാക്ക് എൻ്റെ ആണെന്നുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ തമാശക്കൂടെയും ഇങ്ങനെ ചില ട്രിക്കുകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് സ്വഭാവം അവരിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അവർക്കതൊരു കളിയുമാണ്. അവർക്കതൊരു പൈസ സേവ് ചെയ്യാൻ കിട്ടുമ്പോൾ ആ പൈസ എടുത്ത് അവർക്കൊരു പെൻസിലോ റബ്ബറോ കട്ടറോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർക്കതൊരു ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പൈസ കൊണ്ട് ഞാൻ റബ്ബർ വാങ്ങിച്ചു, കട്ടർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മിഠായി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരും കുട്ടികളെ ഇങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്കതൊരു രസവുമാണ്. അതിൽ കൂടെ അവർക്ക് ഒരു പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്ന ശീലം കുറയും. ഇനിയിപ്പം ദീഷുവാണെങ്കിൽ ഒരുപാട് ഇതുപോലെ ചാക്ക് വെച്ചിട്ടുണ്ട്. ചില സമയത്ത് അതിൻ്റെ അകത്ത് കൊണ്ടിടും. എന്നു വെച്ചാൽ ആക്രിക്കാർ വരുമ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റാണ്. അമ്മ ആക്രിക്കാർ വന്നു എന്ന് പറയും. എന്നാന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അവരുടെ കയ്യിലോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവർക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികൾ പ്ലാസ്റ്റിക് മുറ്റത്ത് വലിച്ചെറിയുന്നത് ഒരുപാട് കുറയ്ക്കും. അത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഇതാണ്. അവിടെ ഇവിടെയും തോട്ടിലും പറമ്പിലും ഒക്കെ വലിച്ചിറങ്ങിയാൽ നമ്മുടെ ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒരിക്കലും പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മണ്ണിൽ തന്നെ അതിങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ ഭൂമിയെ നമുക്ക് ഒരുപാട് മഴയൊക്കെ വരുമ്പോൾ അത് ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇതെല്ലാം പോയി തോട്ടിലോട്ടും നദിയിലോട്ടും ഒക്കെയാണ് ചെന്ന് ചേരുന്നത്. നമ്മുടെ ഇവിടെ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും തോടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെയൊക്കെ ഭൂമി നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തന്നെയായിരിക്കും അത് എപ്പോഴും കിടക്കുന്നത്. പക്ഷെ നാളെ നമ്മളൊരു തൂമ്പയെടുത്ത് ഒരു പച്ചമുളകോ ഒരു വഴുതനയൊക്കെ കുഴിച്ച് വെക്കാൻ ചെല്ലുമ്പോഴായിരിക്കും, ഒന്ന് കിളയ്ക്കുമ്പോഴായിരിക്കും നോക്കുന്നവിടെ മൊത്തം പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുക, ചെയ്യിക്കുക. അപ്പം നമ്മൾ നേരത്തെ ഞാനും ഇതൊക്കെ വലിച്ചെറിയുമായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്കിതിൻ്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാനത് തിരുത്താൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും അതിൽ കൂടെ തിരുത്താൻ തുടങ്ങിയത്. ആദ്യ സമയങ്ങളിലൊക്കെ ഞാനും കിട്ടുന്ന ഇങ്ങനെ വലിച്ചെറിയുന്ന ശീലമായിരുന്നു. എനിക്കും അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ കുടുംബശ്രീ ഇവർ വരുമ്പം ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് ചാക്കിലാക്കി കൊടുക്കും. ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കും. ഇങ്ങനെ എല്ലാവരും ചെയ്യും.